വാസുവിന്റെ ടാലന്റ് തെളിയിക്കാനുള്ള ഒരു സമയം സമാഗതമായി എന്ന് എന്റെ മനസ്സ് പറയുന്നു. ശിവൻകുട്ടി വിഡ്ഢിതം മാത്രം പറയുന്ന ആളാണെന്നും ഇവരൊക്കെ വിദ്യാഭ്യാസ മന്ത്രിയാകുമ്പോൾ സ്കൂളിൽ പഠിക്കേണ്ട ഗതികേട് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടായല്ലോ എന്നും സതീശൻ പരിഹസിച്ചു. ഈ വയസ്സാം കാലത്തല്ല പിണ്ണതൈലവും തേച്ച് കൊച്ചുമക്കളെയും കളിപ്പിച്ച് വീട്ടിലങ്ങനെ ഇരുന്നാ പോരെ, വെറുതെ മനുഷ്യനെ മെനക്കെടുത്ത് അങ്ങോട്ട് പോരും. അസംബന്ധം പറയാണ് നിയമസഭയിൽ കയറിയെന്ന്. എന്നിട്ട് നിയമസഭയിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് പ്രതിപക്ഷത്തിന് ക്ലാസ് എടുക്കുക. സുഖദമാടി, കണ്ണിൽ ചോരയില്ലാത്ത തെണ്ടി, എന്ത് തോന്നിവാസവും കാണിക്കാൻ മടിയില്ലാത്ത ഒരു അലവലാതി. പ്രതിപക്ഷത്തിന് ക്ലാസ് എടുക്കുകയാണ്. ആര്? മറ്റേ അണ്ടർവെയർ പുറത്ത് കാണിച്ച് മുണ്ടു മടക്കി കൊത്തി ഡെസ്കിന്റെ മുമ്പിൽ കയറിയിരുന്ന് ഈ സാധനം മുഴുവൻ തല്ലി പൊളിച്ചെടുത്തതാണ്. ഡെസ്കിന്റെ മുമ്പിൽ കയറിയിരുന്ന് ഈ സാധനം മുഴുവൻ തല്ലി പൊളിച്ചെടുത്തതാണ്. എനിക്ക് ഒരുമാതിരി നേഴ്സറി പിള്ളേരെ പോലെ ഇവനെ പോലത്തെ ആളുകള് മന്ത്രിമാരായിരിക്കാൻ യോഗ്യതയുള്ളവരാണോ? കാര്യമത് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? വല്ല മയക്കുമരുന്നും കുത്തിവെച്ച് കാലാകാലത്തേക്കൊന്ന് മയക്കി കിടത്താൻ പറ്റുമോ? ഇവരെ കൊണ്ട് ഞാൻ തോറ്റ്. നമുക്ക് ക്ലാസ് എടുക്കുകയാണ്. ഇവനൊക്കെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോ സ്കൂളില് പഠിക്കേണ്ട സ്ഥിതി നമ്മുടെ പിള്ളേർക്ക് ഉണ്ടായല്ലോ. എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോ ചാനലിലെ സാറന്മാര് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടത് നിന്നെ പോലൊരു മണ്ടനെയാണെന്ന്. വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോ സ്കൂളില് പഠിക്കേണ്ട സ്ഥിതി നമ്മുടെ പിള്ളേർക്ക് ഉണ്ടായല്ലോ. കഷ്ടമെന്നല്ലാതെ എന്താ പറയാൻ? ഇവന്റെ ബന്ധുക്കളെ വിവരം അറിയിക്കാനുള്ള ഏർപ്പാട് ചെയ്തേക്കും. വേണ്ട, ഇവനെ അടക്കം ചെയ്യണ്ട. ഇവനെ നമുക്ക് തന്തൂരി ഫ്രൈ ആക്കി ഫ്രൈ ചെയ്തില്ല. അത് വേണ്ട, ഇവനെ നമുക്ക് വൈദ്യശാലക്കാർക്ക് കൊടുക്കാൻ, രസായനം ഉണ്ടാക്കാൻ. ഇത്രയും വിവരദോഷികളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു മന്ത്രിസഭ ഈ കേരളത്തിന്റെ ചരിത്രത്തിലില്ല. എന്ത് ചെയ്യാം, ഹതഭാഗ്യരായവർക്ക് ദൈവം തലച്ചോറ് കൊടുത്തില്ല, അതിന്റെ പേരിൽ ബുദ്ധിയുമില്ല. ഇത്രയും വിവരദോഷികളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു മന്ത്രിസഭ ഈ കേരളത്തിന്റെ ചരിത്രത്തിലില്ല. താൻ കലക്കി ഒരാൺകുട്ടിയാണെന്ന് തെളിയിച്ചിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ നല്ലൊരു ജോലിക്കാരനെ കാത്തിരിക്കുകയായിരുന്നു. നീയായിട്ട് തന്നെ അവരെ കൊണ്ടുവന്നു. താങ്ക്സ്.